ബാറ്റ്മാൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് കോടീശ്വരനായ ബ്രൂസ് വെയ്ൻ ആണ്. വെയ്ൻ മാനർ, ബാറ്റ് മൊബൈൽ, ഹൈടെക് ഗാഡ്ജറ്റ്സ് ഇതൊക്കെയാണ്. പക്ഷേ ഇതൊന്നും ഇല്ലാത്തൊരു ബാറ്റ്മാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പക്ഷേ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ബ്രൂട്ടലായ ബാറ്റ്മാൻ, അതാണ് DC ഇപ്പോൾ അവതരിപ്പിച്ച അബ്സല്യൂട്ട് ബാറ്റ്മാൻ. ഇനി ഒരു ചെറിയ കാര്യം പറയാം. മാർവൽ DC ബന്ധപ്പെട്ട ഇത്തരം കോമിക് സ്റ്റോറീസ്, ഒറിജിൻ വീഡിയോസ്, മൂവി അപ്ഡേറ്റ്സ് ഒക്കെ മലയാളത്തിൽ സ്ഥിരമായിട്ട് കേൾക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇങ്ങനെയുള്ള കണ്ടന്റ് ആയിരിക്കും ഇനി നമ്മുടെ ചാനലിനകത്ത് കൂടുതൽ വരാൻ പോകുന്നത്. ഇനി നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം. സത്യം പറഞ്ഞാൽ ഇത് മെയിൻ DC യൂണിവേഴ്സിലെ ബാറ്റ്മാൻ അല്ല. മാർവലിന്റെ അൾട്ടിമേറ്റ് യൂണിവേഴ്സ് പോലെ DCയും അവരുടെ പ്രധാന കഥാപാത്രങ്ങളെ ഒരു പുതിയ യൂണിവേഴ്സിലേക്ക് അവർ വീണ്ടും അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബ്രൂസ് വെയ്ന്റെ ഒറിജിൻ മുതൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഏറ്റവും വലിയ മാറ്റം എന്താണെന്ന് വെച്ചാൽ ഈ ബ്രൂസ് വെയ്ൻ ഒരു ബില്യനർ അല്ല. നമ്മൾ വർഷങ്ങളായി കണ്ടുവരുന്ന വെയ്ൻ ഫാമിലിയുടെ വലിയ സമ്പത്തൊന്നും ഈ ബാറ്റ്മാന്റെ ജീവിതത്തിലില്ല. അതുകൊണ്ട് ഗാഡ്ജറ്റ്സും അൺലിമിറ്റഡ് റിസോഴ്സും ഉപയോഗിച്ച് ക്രൈം ഫൈറ്റ് ചെയ്യുന്ന ഒരു ബാറ്റ്മാനെ അല്ല ഇത്. പകരം തന്റെ ഇന്റലിജൻസ്, എഞ്ചിനീയറിംഗ് സ്കിൽസ്, പിന്നെ ഫിസിക്കൽ സ്ട്രെങ്ത്, ഇതൊക്കെയാണ് ഈ ഒരു ബാറ്റ്മാന്റെ ഏറ്റവും വലിയ ആയുധം. ഇനി ഈ ബാറ്റ്മാനെ ഒന്ന് നോക്കിയാൽ തന്നെ വ്യത്യാസം മനസ്സിലാക്കാം. സാധാരണ ബാറ്റ്മാന് അത്ലറ്റിക് ബിൽഡാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ അബ്സല്യൂട്ട് ബാറ്റ്മാൻ ഒരു ടാങ്ക് പോലെയാണ്. വലിയ ശരീരം, വലിയ മസിൽ. ഇതുവരെ DC കോമിക്സിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ഫിസിക്കൽ പവർഫുൾ ബാറ്റ്മാൻ വെർഷനുകളിൽ ഒന്നാണിത്. പിന്നെ കോസ്റ്റ്യൂം, അബ്സല്യൂട്ട് ബാറ്റ്മാന്റെ കോസ്റ്റ്യൂമിലെ ഏറ്റവും വലിയ പ്രത്യേകത ആ മാസീവ് ബാറ്റ് സിംബൽ തന്നെയാണ്. ആദ്യമായി കാണുമ്പോൾ പലർക്കും അതൊരു ലോഗോ മാത്രമാണെന്ന് തോന്നി. പക്ഷേ പിന്നീട് കോമിക്സിൽ അത് വെറും ലോഗോ അല്ലെന്നും ബാറ്റ്മാന്റെ എക്യുപ്മെന്റ്സിന്റെ ഭാഗമായിട്ടാണ് അത് ഉപയോഗിക്കുന്നതെന്നും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഡിസൈനിനും ഒരു പ്രാക്ടിക്കൽ ഫീൽ കിട്ടുന്നുണ്ട്. ഇനി വില്ലൻസിന്റെ കാര്യം വ്യത്യസ്തമാണ്. ഈ യൂണിവേഴ്സിൽ ജോക്കർ, ബെയിൻ, ടു ഫേസ് അവരുടെയും ഒറിജിനും പേഴ്സണാലിറ്റിയും DC മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് പഴയ ബാറ്റ്മാൻ സ്റ്റോറീസ് അറിയാവുന്നവർക്ക് പോലും ഇതൊരു ഫ്രഷ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇനി ഒരു ചോദ്യം വരാം, DC എന്തിനാണ് ഇങ്ങനെ ബാറ്റ്മാനെ മുഴുവനായി മാറ്റിയത്? ഉത്തരം വളരെ സിമ്പിൾ ആണ്. മെയിൻ DC യൂണിവേഴ്സ് ഇപ്പോഴും തുടരുന്നുണ്ട്. അബ്സല്യൂട്ട് ബാറ്റ്മാൻ ഇതിനെ റീപ്ലേസ് ചെയ്യാൻ വന്നതല്ല. പുതിയ വായനക്കാർക്കും പഴയ വായനക്കാർക്കും ബാറ്റ്മാനെ ഒരു പുതിയ പെർസ്പെക്റ്റീവിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് DC ഈ അബ്സല്യൂട്ട് യൂണിവേഴ്സ് തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ ബാറ്റ്മാന്റെ ഒരുപാട് വെർഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കോടികളില്ലാത്ത, ഗാഡ്ജറ്റ്സ് കുറവുള്ള, ബ്രൂട്ടി ഫോഴ്സും ഇന്റലിജൻസും മാത്രം ആശ്രയിക്കുന്ന ഒരു ബാറ്റ്മാൻ എന്ന കോൺസെപ്റ്റ് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതുകൊണ്ടാണ് അബ്സല്യൂട്ട് ബാറ്റ്മാൻ ഇത്രയും വേഗം ആരാധകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയത്. അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ക്ലാസിക് ബാറ്റ്മാൻ ആണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം, അതോ അബ്സല്യൂട്ട് ബാറ്റ്മാന്റെ ഈ പുതിയ വെർഷൻ ആണോ? നിങ്ങളുടെ നാട്ടിലുള്ള പേഴ്സണൽ ഫേവറേറ്റ് ബാറ്റ്മാൻ ഏതാണെന്ന് ജസ്റ്റ് താഴെ നിന്ന് കമന്റ് ചെയ്തേക്കണം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ഗൈസ്.